ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വരവ് ചെലവ് കണക്കിൽ ഹൈക്കോടതി പിടിമുറുക്കി. ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ശബരിമലയിലെ തിക്കും തിരക്കും ഓരോ വർഷം തോറും കൂടി വരുന്നുണ്ട്. ഭക്തന്മാരെ ആകർഷിക്കാൻ ഒരു സംഗമം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റു ചില ദുരുദ്ദേശം തന്നെയാണ്. ശബരിമലയിലെ പണം അടിച്ചെടുക്കാനുള്ളൊരു മാർഗമായിട്ട് അതിനെ കണക്കാക്കാൻ ഒക്കുള്ളൂ. അതിനെ സംബന്ധിക്കുന്ന ചില വസ്തുതകൾ തുടക്കത്തിൽ വിളിച്ചു പറഞ്ഞവരെ, അതിനകത്ത് തുടക്കത്തിൽ 3,40,00,000 രൂപ ശബരിമലയിലെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് എടുക്കും. 8 കോടി രൂപ സ്പോൺസർഷിപ്പിൽ കൂടെ വരുമ്പോൾ ശബരിമലയിലെ ഈ പണം തിരിച്ചടയ്ക്കും. 5 പൈസയുടെ ആവശ്യമില്ല എന്ന് വീമ്പിളക്കി ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് സെക്രട്ടറിമാരും ഒക്കെ. പൊതുജനങ്ങൾ നമ്മളെപ്പോലുള്ളവരൊക്കെ അത് വിശ്വസിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടന്നു. വളരെ ദൂർത്തായിരുന്നു അവിടെ. അവർ പ്രതീക്ഷിച്ച ആൾക്കാരും വന്നില്ല. പ്രതീക്ഷയിൽ 4 ആൾക്കാർ കഷ്ടിച്ച് അവിടെ എത്തി. ആർക്കാണ് ഇതിലൊക്കെ താല്പര്യം? അയ്യപ്പനെ വന്ദിക്കുന്നവരും സ്നേഹിക്കുന്നവരും അയ്യപ്പ ഭക്തന്മാരും ഒക്കെ അങ്ങോട്ട് പൊക്കോളും. ആരുടെ സഹകരണം വേണ്ട. അതവരുടെ മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. അതിനൊരു രാഷ്ട്രീയ ചിന്തയും തള്ളലൊന്നും വേണ്ട. അതുകൊണ്ട് ഈ അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. പണം അടിച്ചു മാറ്റാനുള്ള ഒരു വേദി തന്നെ. 8 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ശബരിമലയിലെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3,40,00,000 തുടങ്ങുകയാണ്. വലിയ പ്രതീക്ഷയാണ് എല്ലാവരും. അതിൽ നിന്ന് വലിയ പ്രതീക്ഷയിലാണ് അവർ തുടങ്ങി വെച്ചത്. പക്ഷേ ഇത് തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണെന്ന് നമുക്കൊക്കെ മനസ്സിലായി. അവർക്ക് ഓഡിറ്റിംഗ് ഇല്ലാതെ, ലേലമില്ലാതെ, അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ളവർക്ക് പന്തലിടാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അവിടുത്തെ ഒരുക്കങ്ങൾക്ക്, ഫുഡിന് എന്ന് വേണ്ട സർവത്രനും തോന്നിയാസം അവർ പണം ചെലവാക്കി. കമ്മീഷൻ അടിക്കേണ്ടവർ കമ്മീഷൻ അടിച്ചു. അതിന് വീതം കിട്ടിയവർക്ക് വീതവും കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന് കണക്കുകൾക്ക് പൊരുത്തമില്ലാതെ വന്നു. ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ പിടിയും വീണു. അങ്ങനെ പറഞ്ഞത്, അവർ നേരത്തെ പറഞ്ഞത് അവിടെ നിന്ന് എടുക്കുന്ന പണം ശബരിമലയിൽ നിന്ന് എടുത്ത് 3,40,00,000 ഉടനെ അങ്ങോട്ട് അടയ്ക്കും. ഇവിടുന്ന് 8 കോടി രൂപ വരുന്നുണ്ട്. അതിന് സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് വരുമ്പം ഈ പണം അടച്ചിട്ട് ബാക്കി പണമൊക്കെ ഒരു വരുമാന മാർഗമാണ് എന്നൊക്കെയാണ് ഭാവനയെ കണ്ടത്. ഒന്നും നടന്നില്ല. 3,40,00,000 രൂപ വീതിച്ച് ചില തട്ടിപ്പൊക്കെ നടത്തി എല്ലാവരും വിധിച്ചുകൊണ്ട് പോയി. പിന്നെ സ്പോൺസർമാരാരെങ്കിലും പണം കൊടുത്തോന്ന് ഇതുവരെ അറിയില്ല. അതിൻ്റെ വരവ് ചില കണക്കുകൾ 5 മാസമായിട്ടും എങ്ങും എത്തിയില്ല. ഹൈക്കോടതി ഇത് മനസ്സിലാക്കി അവരെ വരവ് ചില കണക്ക് ഹാജരാക്കണം. ആദ്യം പറഞ്ഞ് അത് 1 മാസത്തെ സമയം വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ സമയം വീണ്ടും കൂട്ടിച്ചോദിച്ചു. അങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം തെറ്റിയിട്ടും 2 ആഴ്ചക്കകം വരവ് ചില കണക്ക് ഓഡിറ്റ് ചെയ്ത് ഹാജരാക്കേണ്ടവർ 5 മാസം കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ കിടക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞ് സമയം നീട്ടിക്കൊടുത്ത് ഹൈക്കോടതി മടുത്തു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഇങ്ങോട്ട് കൊണ്ടുവരിക കണക്ക് ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ അവരുടെ ഓഡിറ്ററെ ഹൈക്കോടതി വിളിച്ചു വരുത്തി. വിജയൻ ഓഡിറ്റർ അവർ ഹൈക്കോടതിയിലെ വിജയൻ പറഞ്ഞു, ഞാൻ ചോദിച്ച പല സംഗതികളും അവർ തരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കണക്ക് മുഴുവിപ്പിക്കാൻ സാധിക്കുന്നില്ല. അസസ്മെൻറ്റ് രജിസ്റ്റർ പോലും ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ എന്ത് ചെയ്യാനൊക്കും? അദ്ദേഹത്തിന് കിട്ടിയ ഡേറ്റ വെച്ചിട്ട് അദ്ദേഹം കണക്ക് ഓഡിറ്റ് ചെയ്ത് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി ഇപ്പം ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിജയനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, കണക്കുകൾ അത് പണം ഏതൊക്കെ വഴിക്ക് പോയെന്നും അത് പോയ വഴിയിലെ പണം തിരിച്ചു പിടിക്കാൻ എന്താ മാർഗമെന്നും ഹൈക്കോടതി ചോദിച്ചു. അതിനൊരു 10 ദിവസത്തെ സമയം തരാം. അതിനിപ്പുറം ചാർട്ടേഡ് അക്കൗണ്ടന്റ് പണം പോയ മാർഗങ്ങൾ കണ്ടെത്തി അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ പറയാൻ ഹൈക്കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഹൈക്കോടതിക്ക് വന്നു. ഹൈക്കോടതി ആ വിവരം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൈമാറി. 10 ദിവസത്തിന് അദ്ദേഹം അത് നിർദ്ദേശിക്കണം. എങ്ങനെ ഈ പണം തിരിച്ചു പിടിക്കാൻ പറ്റും? ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ ഹൈക്കോടതി
ഇതിന് തീർച്ചയായിട്ടും പണം പോയ വഴി കണ്ടെത്തി ആരൊക്കെയാണ് തട്ടിച്ച് വെട്ടിച്ച് കൊണ്ടുപോയത്, ഇത് ആരുടെ മൂളയിൽ വന്നതാണ്, ആരുടെ തലയിൽ വന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളവ. അതിന് ആരാണ് നിശ്ചയിച്ച്, ആരാണ് സാങ്ഷൻ കൊടുത്തത്, എത്ര പേരുണ്ട്, അവർ സർക്കാരിൻ്റെ ഏതൊക്കെ ഭാഗത്തിരിക്കുന്നവരാണ്, അതിനകത്ത് മന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് അടിയന്തരമായിട്ട് ഈ പണം ഈടാക്കണം. ഈ വസ്തുതകൾ മനസ്സിലാക്കിയ ഹൈക്കോടതി 10 ദിവസത്തിനകം അതിൻ്റെ പരിഹാര മാർഗങ്ങളും ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും പ്രായോഗികമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിട്ട് പണം പോയത് ഏത് വഴി കൂടിയാണ്, ആരാണ് അത് കൈവശം വെച്ചുകൊണ്ടിരുന്നത്, ആരിൽ കൂടിയാണ് അത് ഒഴുകിയത്, ആരാണ് കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്നത്, ആരാണ് ഇതിൻ്റെ ഓഡിറ്റിങ്ങിന് ഈ കണക്കുകൾ ഹാജരാക്കാതെ പോയ വിദ്വാന്മാരാര്, അത് മനസ്സിലാക്കിയിട്ട് അടിയന്തരമായിട്ട് ഈ പണം, അതിനൊരു കേസെടുക്കുകയൊന്നും അല്ല വേണ്ടത്, അടിയന്തരമായി ഈ പണം കണ്ടുകെട്ടാനായിട്ട്, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് കണ്ടുകെട്ടാനുള്ള നടപടി ഹൈക്കോടതി എടുക്കണം. അങ്ങനെ ഇതൊരു പരിഹാരമാകുകയുള്ളൂ. കാരണം ഈ പണം പോയത് വന്നത് അറിയാം എവിടെ നിന്നാണെന്നും പണം എങ്ങോട്ട് പോയെന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ പോയവരാ പണം ഒന്നെങ്കിൽ കോടതി കെട്ടിവെക്കട്ടെ, അല്ലെങ്കിൽ അത് ശബരിമലയിലെ ഫണ്ടാണ്, ശബരിമലയിലെ പണമാണ്, ഒന്നെങ്കിൽ ആ പണം അവിടെ നേരിട്ട് ക്യാഷായിട്ട് ഹാജരാക്ക്, ഇല്ലെന്നെങ്കിൽ അവരുടെ വസ്തുവിന് അത് അറ്റാച്ച് ചെയ്ത് ഈടാക്കാനുള്ള നടപടി അത് വലിച്ചു നീട്ടാതെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഹൈക്കോടതിക്ക് അതിന് അധികാരമുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ പണം അവരൊന്നെങ്കിൽ കെട്ടിവെക്കാനുള്ള ഡയറക്ഷൻ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വസ്തു, വീടും കുടുംബവും അറ്റാച്ച് ചെയ്ത് ആ പണം ഈടാക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു.